ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മളൊരു ഗേൾസ് ഡേ ഔട്ടിന് പോവാണ്. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതെൻ്റെ അമ്മയുടെ ആട്ടോ. അപ്പം നമ്മൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആസ് യൂഷ്വൽ എൻ്റെ സന്തത സഹചാരിയായ എൻ്റെ നീല ബാഗ് എൻ്റെ കൂടെ തന്നെയുണ്ട്. കാരണം ട്രൈപോഡ്, കൊട അതൊക്കെ കൊണ്ടുപോകാൻ എനിക്ക് ഇവനെ തന്നെ വേണം. അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ശിവാനിയെ കണ്ടു. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ കളമശ്ശേരി മെട്രോ സ്റ്റേഷനിലാട്ടോ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറി. ഞങ്ങളുടെ ഈ ചിരിയും കളിയൊക്കെ കണ്ടാൽ തോന്നുന്നു ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള തിരക്കൊന്നും ഇല്ലാന്ന്. പക്ഷേ 11:10 സിനിമയ്ക്ക് 11 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മെട്രോയിൽ കയറിയത് തന്നെ. അങ്ങനെ പിന്നെ ഞങ്ങൾ മെട്രോയിൽ നിന്ന് ഇറങ്ങിയ ഒരൊറ്റ ഓട്ടോ ആയിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാലൻ എന്ന് പറഞ്ഞ സിനിമയാട്ടോ. ഞങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ തന്നെയും അവർ തിയേറ്ററിൻ്റെ ഉള്ളിലുണ്ട്. ഞങ്ങൾ മാത്രമാണ് ഈ ലാസ്റ്റ് മിനിറ്റ് ഓട്ടോ പ്രദക്ഷിണം നടത്തുന്നത്. പക്ഷെ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെയാട്ടോ എത്തിയത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേനും സിനിമ തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് പരസ്യമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാലൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ എഴുതി കാണിച്ചപ്പോഴത്തേനാണ് റെക്കോർഡിങ്ങിൻ്റെ കാര്യം ഞാൻ ഓർത്തത്. ഞാൻ ഫോണൊക്കെ റെക്കോർഡാക്കി വന്നപ്പോഴത്തേനും ടൈറ്റിൽ അതിൻ്റെ പാട്ടിന് പോയി. അതുകൊണ്ട് എനിക്ക് ടൈറ്റിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. മൂവി ഓവറോൾ എനിക്ക് കുഴപ്പമില്ല എന്നാണ് തോന്നിയത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ കറങ്ങി നടന്നിട്ട് ഫുഡ് കഴിക്കാൻ പോയി. മക്ഡൊണാൾഡ്സിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത്. പക്ഷേ സത്യം പറയാലോ, ഫുഡ് ഒരു വായിക്കും കൊള്ളത്തില്ലായിരുന്നു. ബർഗർ ആണെങ്കിലും അതിൻ്റെ കൂടെ കിട്ടിയ ഫ്രൈഡ് ചിക്കൻ ആണെങ്കിലും ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും അത് ഫുള്ള് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോഴത്തേനും തന്നെ സമയം 4 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 5 മണി വരെയാണ് നമ്മൾ ഇന്നത്തെ ഡേ ഔട്ട് പറഞ്ഞിരുന്നത്. പിന്നെ ഞങ്ങൾ ലുലുവിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഫ്രഷ് ട്രീസ് ആൻഡ് ഗാർഡൻ എന്ന് പറഞ്ഞ കഫേയിൽ വന്നു. ഈ ഒരു കഫേയിൽ ഞങ്ങൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനു മുമ്പും വന്ന് ഒരുപാട് നല്ല മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്തൊരു സ്ഥലമാണ്. പിന്നെ കഫേസിൽ പോകുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്ക് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു സ്ട്രോബെറി ബോബാറ്റിയും ഒരു ചോക്ലേറ്റ് ഷേക്കും മേടിച്ച് എല്ലാവരും ഷെയറൊക്കെ ചെയ്തു. ഞങ്ങൾ ഇത്രയും പേര് 10ാം ക്ലാസ് വരെ ഒരേ സ്കൂളിൽ പഠിച്ചതാട്ടോ. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഒരു ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ സമയത്ത്, അതായത് 8ാം ക്ലാസ്സിൻ്റെ അവസാനത്തോട് കൂടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഭയങ്കര കമ്പനി ആവുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ദിവസവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. സ്കൂളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര കളിയും ചിരിയും അങ്ങനെ ഭയങ്കര ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് ആ ഒരു 8th, 9th, 10th ഒക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും പല വഴിക്ക് പോയി. പിന്നെ ഞങ്ങൾ ഓരോ ഓണം, ക്രിസ്മസ് അങ്ങനെയൊക്കെയുള്ള വെക്കേഷനൊക്കെ വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഇതുപോലെ കഫേസിൽ എവിടെയെങ്കിലുമൊക്കെ പോകും. പക്ഷെ ഇന്ന് എല്ലാവർക്കും അങ്ങനെ വരാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പം ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ഇപ്പം കണ്ടതാണ് ഫൗമിൻ, പിന്നെ ഇപ്പം വരുന്നത് ശിവാനി, പിന്നെ വരുന്നത് ഐഷ, പിന്നെ വരുന്നത് പൂജ. ഇവരുടെ കൂടെ ഒരു ദിവസം പുറത്തു പോയി കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയുന്നുണ്ടാവില്ല. ഓരോ തവണ ഇങ്ങനെ മീറ്റ് ചെയ്യുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണോ നിർത്തി അതേ സെയിം ഫീൽ തന്നെയാണ് ഞങ്ങൾക്ക് പിന്നെ ഉണ്ടാവാറുള്ളത്. അങ്ങനെ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞങ്ങളുടെ ചുറ്റുമുള്ള ചിലരൊക്കെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളൊന്നും കാര്യമാക്കാതെ ഫോട്ടോ ഒക്കെ കാര്യമായിട്ട് തന്നെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ഞങ്ങളെല്ലാവരും +2 കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനി എപ്പോഴാണ് ഇതുപോലൊന്ന് കാണാൻ പറ്റുക എന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. കാരണം എല്ലാവരും ഇനി ഓരോ കോഴ്സൊക്കെ എടുത്ത് പല പല സ്ഥലത്തായിരിക്കും പഠിക്കുന്നത്. എനിക്ക് എൻ്റെ സ്കൂൾ ലൈഫിൽ ഒട്ടും ഇഷ്ടപ്പെടാതെ പോയിട്ടുള്ള 2 വർഷം എൻ്റെ +1ഉം +2 ആണ്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഇവരുണ്ടായിരുന്നെങ്കിൽ ആ ഒരു 2 വർഷം എത്ര അടിപൊളിയായിരുന്നേനെന്ന്. പക്ഷേ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പതുക്കെ ഫ്രഷ് ട്രീസ് ആൻഡ് ഗാർഡൻസിൽ നിന്ന് ഇറങ്ങുവാണ്. കാരണം ഇപ്പോൾ സമയം ഏറെക്കുറെ 5 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പോകാനുള്ള ടൈമായിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നടക്കുക കേട്ടോ. ഇതിൽ ഞാനും ശിവാനിയും ഐഷയും ഒരുമിച്ചാണ് പോകുന്നത്. ഫൗമിനും പൂജയും അവർ രണ്ടുപേരും മെട്രോയ്ക്കും അങ്ങനെ പോകും. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ഐഷ ഞങ്ങൾ ഇറങ്ങുന്നതിന് 2-3 സ്റ്റോപ്പ് മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ശിവാനിയും അടുത്തടുത്ത് തന്നെയായിട്ടാണ് താമസിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നത്. അങ്ങനെ ഒരുപാട് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഒക്കെ ആയിട്ടുള്ള ഒരു ദിവസം അവസാനിച്ചു. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. ബൈ.